ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു 3D ക്യൂബ്, അതായത് 3D ക്യൂബ് സ്പ്ലിറ്റ് ട്രാൻസിഷൻ എങ്ങനെ അലൈറ്റ് മോഷനിൽ സിമ്പിളായി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഒരു 2 എഫക്ട്സ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു വൈപ്പ് എഫക്റ്റ്, അതേപോലെ ആ ഒരു ബോക്സ് എഫക്റ്റ്. ഓക്കെ, ഈ 2 എഫക്റ്റാണ് നമ്മളിതിൽ മെയിനായിട്ട് ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ കുറേ പേരായി നമ്മൾ ലൈവ് വരുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പേരായി ഈ ഒരു ട്രാൻസിഷൻ ചോദിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, യു ആർ വാച്ചിങ് NKLEDITS. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 1:1 റേഷ്യോ ആണ് ഞാൻ എടുക്കുന്നതിന് ശേഷം ഇതേപോലെ ഒരു ഫ്രെയിം ഓപ്പൺ ചെയ്യാം. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ പോവുക. ശേഷം മീഡിയയിൽ വന്ന ശേഷം നമ്മൾ ഒരു ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യുക. ഇതേപോലെ ഒരു ഫോട്ടോ ഒന്ന് 1:1 കറക്റ്റായിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. ശേഷം നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് തന്നെ വൈപ്പ് എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്, വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുക. വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിൻ്റെ വാല്യൂ നമ്മൾ 50ലേക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 50ലേക്ക് നമ്മൾ ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വാല്യൂസൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആ ഒരു ട്രാൻസിഷൻ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ 2 ലെയറായിട്ട് കിട്ടും. ഇത് ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ താഴെയുള്ള ലെയറിൻ്റെ ആംഗിൾ ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇതേപോലെ 180 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫില്ലായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതേപോലെ ഈ ഒരു 1ൽ വന്ന് നമ്മൾ കറക്റ്റായിട്ടൊരു മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മുകളിലെ ലെയർ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റ് ആ ഒരു വൈപ്പൊക്കെ ആഡ് ചെയ്താലും ഫില്ലായിട്ട് കിട്ടും. ഇനി നമ്മൾ മുകളിലെ ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരിക, 3Dയിൽ വന്ന് ബോക്സ് എഫക്റ്റ് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇതിൽ വന്ന് നമ്മൾ ഹൈറ്റ് സെലക്ട് ചെയ്യുക. ഹൈറ്റ് 300-ലായിരിക്കും ഉണ്ടാവുക. അത് വന്ന് നമ്മൾ 100ലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് വന്ന് 100ലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്യുക. ഇവിടെ ഷെയ്ഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് സെലക്ട് ചെയ്ത് ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. ഷെയ്ഡിങ് ഫ്ലാറ്റ് ആക്കി കൊടുക്കുക ടാപ്പ് ചെയ്തിട്ട്. ഇവിടെ ഇനി ഈ ഒരു എഫക്റ്റ് ഇതേപോലെ കോപ്പി ചെയ്തെടുക്കുക, താഴത്തേൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടും ഒരേപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൽ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്യുക, ഒന്നും കൂടി ബോക്സ് എനേബിൾ ചെയ്യുക. ഓക്കെ, ആ ഒരു എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം നമുക്കിതിൽ ഓറിയൻറ്റേഷനിലാണ് വാല്യൂ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓറിയൻറ്റേഷനിൽ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. അപ്പോൾ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ -90 ഡിഗ്രി ആക്കി കൊടുക്കുക. ഓക്കെ, -90 ഡിഗ്രി ഇതേപോലെ കറക്റ്റായിട്ട് -90 ഡിഗ്രി ആക്കി കൊടുക്കുക. ശേഷം ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. അതിന് നമ്മൾ ഈ ഒരു കർവ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കർവ് നിങ്ങൾ ആ ഒരു 2 കീ ഫ്രെയിംസിൻ്റെ ഇടയ്ക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശേഷം നമ്മൾ അടുത്ത ആ ഒരു താഴെയുള്ള ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരിക, ബോക്സിൽ വരിക. ശേഷം ഇവിടെ നമ്മൾ ഈ ഒരു 1 സെക്കൻഡ് ഇല്ലേ, 1 സെക്കൻഡ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു 1 സെക്കൻഡിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിൽ വന്ന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലും വാല്യൂസ് കൊടുക്കാനുണ്ട്. ഇതിൽ നമ്മൾ സെക്കൻഡ്, അതായത് രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 90 ആക്കി കൊടുക്കുക. ഓക്കെ, സെക്കൻഡിൻ്റെ വാല്യൂ നമ്മൾ 90 ആക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ സെയിം കർവ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്ലിപ്പാണ് ഇനി ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ പോവുക. ശേഷം നമ്മൾ അടുത്തൊരു ക്ലിപ്പ് വന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു ക്ലിപ്പാണ് എടുക്കുന്നത്. ഇത് ആഡ് ചെയ്ത ശേഷം നമ്മൾ റൊട്ടേറ്റിൽ പോയിട്ട് ഇതൊന്ന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക. ഇനി നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യണം. അതായത് 2 സെക്കൻഡ്സിൽ വന്ന് ഇതേപോലെ ഒരു മാർക്ക് ആഡ് ചെയ്തിട്ട് താഴത്തെ ക്ലിപ്പ് വന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിപ്പോൾ വേണമെന്നില്ല, ലാസ്റ്റ് ആയാലും ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതായത് ഈ ഒരു ഫസ്റ്റത്തെ ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിലൊന്ന് വൈപ്പ് ആഡ് ചെയ്യുക. ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ശേഷം സ്റ്റാർട്ടിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ നേരത്തെ പോലെ 50 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 50 ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ ആംഗിൾ ചേഞ്ച് ചെയ്യാനുണ്ട്. 0-ലുള്ളത് നമ്മൾ ഒരു 270 ആക്കി കൊടുക്കുക. ഓക്കെ, ഇതേപോലെ 270 ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഈ ഒരു എഫക്റ്റ് നമ്മൾ അടുത്തൊരു ലെയറിലേക്ക്, അതായത് താഴെയുള്ള ലെയറിലും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് എഫക്ട്സ് പോവുക, വൈപ്പ് ആഡ് ചെയ്യുക. നമ്മളിതിലും 50 ആക്കി കൊടുക്കുക. സ്റ്റാർട്ടിൻ്റെ വാല്യൂ നമ്മൾ കറക്റ്റ് 50 ആക്കി കൊടുക്കുക. ഓക്കെ,
ഇതിൽ ആംഗിൾ വന്ന് നമ്മൾ 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഫില്ലാവുന്ന രീതിക്ക് 90 ഡിഗ്രി ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ബോക്സ് എഫക്റ്റ് ആഡ് എഫക്ട്സിൽ 3Dയിൽ ബോക്സ് എഫക്റ്റ് ആഡ് ചെയ്യുക ഇതേപോലെ. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഹൈറ്റ് വന്ന് 100 ആക്കി കൊടുക്കുക. ഓക്കെ, ഹൈറ്റ് വന്ന് ഇതേപോലെ കറക്റ്റായിട്ട് 100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് 300ലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, വാല്യൂസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ശേഷം ഇവിടെ താഴെയായിട്ട് ആ ഒരു ഷെയ്ഡിങ് വന്ന് ഫ്ലാറ്റിലേക്കും സെറ്റ് ചെയ്യുക. നേരത്തെ സെയിം മെത്തേഡ്. ഇനി ഈ ഒരു എഫക്റ്റ് മാത്രം നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. താഴെയിൽ ഇതിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ, മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്യുക, ബോക്സിൽ വരിക. ഇതിൽ നമുക്ക് ഓറിയൻറ്റേഷനിൽ ചെറിയ മാറ്റം വരുത്താണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ പോർഷനിൽ ഓറിയൻറ്റേഷനിൽ രണ്ടാമത്തെ ഈ ഒരു ഭാഗം ടാപ്പ് ചെയ്യുക. ശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഇതേപോലെ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു കീ ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് 90 ഡിഗ്രിയിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 90ലേക്ക് ആ ഒരു ബോക്സ് എഫക്റ്റ് സെലക്ട് ചെയ്ത്, അത് മീൻസ് ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി എന്ത് ചെയ്യുക, ആ ഒരു നേരത്തെ കോപ്പി ചെയ്ത കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ബാക്ക് വരിക. ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ലെയറിലേക്ക് വരിക. ഇവിടെ നമ്മൾ ബോക്സ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയറിൽ ഇവിടെ രണ്ടാമതായി ടാപ്പ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് -90 ഡിഗ്രി ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് -90 ഡിഗ്രി ആക്കി കൊടുക്കുക. ശേഷം ഇതേപോലെ ഫസ്റ്റിലും എൻഡിലായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കർവ് സെയിം പേസ്റ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, വലിയ മിസ്റ്റേക്ക് അല്ല, ചെറിയൊരു മിസ്റ്റേക്ക്. അതാണ് ഈ ഒരു പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു അപാകത വരുന്നത്. അത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്ത് മൂവ് ആൻഡ് ട്രാൻസ്ഫോറിൽ വന്നിട്ട് നമ്മൾ 90 ഡിഗ്രി കൊടുത്തില്ലേ, അത് -90 ഡിഗ്രിയാണ്. ഓക്കെ, അത് ഞാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അതേപോലെ ഇതും വന്ന് നമ്മൾ സെയിമായി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ശേഷം ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ഇത് വന്ന് നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ഫിൽ സ്ക്രീൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഫുൾ ലെയറായിട്ട്, മീൻസ് ആ ഒരു ഫുൾ ലെയറിലെത്തുന്ന രീതിക്ക് ആ ഒരു റെക്റ്റാങ്കിൾ വലുതാക്കി കൊടുക്കുക, മീൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഓൾ ലേയേഴ്സ് കൊടുക്കുക, രണ്ടാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഗ്രൂപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു റൊട്ടേഷനാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. 1.15 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഇതേപോലെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് വരിക, റൊട്ടേഷനിൽ വരിക. ഇതേപോലെ ഫസ്റ്റ് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 1.15 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ 90 ഡിഗ്രി സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നേരത്തെ എനിക്ക് മാറിപ്പോയത്. ഓക്കെ, ഇനി ഇവിടെ വന്ന് നമ്മൾ ഈ ഒരു നാലാമത്തെ കർവ് ചെയ്ത് കൊടുക്കുക. അതായത് നാലാമത്തെ ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാലാമത്തെ കർവ് മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും. ഇനി നമ്മളിതിലേക്ക് എഫക്ട്സ്, ആഡ് എഫക്ട്സ്, ഇതിൽ വന്ന് നമ്മൾ പിഞ്ച് ബൾജ് ആഡ് ചെയ്ത് കൊടുക്കുക. പിഞ്ച് ബൾജ് ആഡ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ സ്ട്രെങ്ത്ത് വന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ആക്കി കൊടുക്കുക. ഒരു 0.50ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റേഡിയസ് വന്ന് നമ്മൾ 0.710 ആ റേഞ്ചിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളിതൊന്ന് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു 3D ക്യൂബ് സ്പ്ലിറ്റ് ഇവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ മനസ്സിലാവാതെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ ജസ്റ്റ് ഡൗട്ട്സൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലത്തെ ഏത് ട്രാൻസിഷനാണ് വേണ്ടത് എന്നുള്ളത്, അതായത് ഇതേപോലത്തെ വേറെ ഏതെങ്കിലും ട്രാൻസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക, അല്ലെങ്കിൽ ഇതേപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മാക്സിമം വീഡിയോസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.